നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 32 ഭക്ഷ്യമായ 3 ഗോളുകൾക്ക് ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പെയിന് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു. സ്പെയിനു വേണ്ടി മൈക്കൽ ഒയർസബാൾ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ പെഡ്രോ പോറോ ഒരു ഗോൾ കണ്ടെത്തുകയുണ്ടായി. മത്സരത്തിൽ മികച്ച പ്രകടനമാണ് സ്പാനിഷ് താരങ്ങൾ നടത്തിയത്. ഇരട്ട ഗോളുകൾ ഒയർസബാൾ, ഇരട്ട അസിസ്റ്റ് കുക്കറേയ, കളം നിറഞ്ഞു കളിച്ച് മികച്ച താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ലമീൻ യമാൽ, എല്ലാം കൊണ്ടും സ്പെയിൻ പൊളിച്ചടുക്കിയ ഒരു മത്സരമാണ്. വീണ്ടും ഒരു ക്ലീൻ ഷീറ്റ് റെക്കോർഡിട്ടിരിക്കുന്നു ഉനായ് സിമോൺ. ഇതോടുകൂടി 519 മിനിറ്റുകൾ അദ്ദേഹം ഗോൾ വഴങ്ങാതെ കളിക്കളത്തിൽ നിന്നിരിക്കുന്നു. വേൾഡ് കപ്പിൽ ഇപ്പോൾ ഇറ്റാലിയൻ ഗോൾ കീപ്പർ വാൾട്ടർ സെങ്കയുടെ റെക്കോർഡ് അദ്ദേഹം മറികടക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ മത്സരത്തിൽ സ്പെയിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ അലക്സ് ബേനയും ഒയർസബാളും ലമീൻ യമാലും ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് പ്രധാനപ്പെട്ട താരങ്ങളെ തന്നെ ഇറക്കിക്കൊണ്ട് സബിറ്റ്സർ, വാർണർ, ഷ്മിഡ്, അതുപോലെ ഗ്രിഗോറിറ്റ്സ് എന്നിവരൊക്കെ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് റാൽഫ് റാഗ്നിക്ക് തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. കളിയിൽ മികച്ച പ്രകടനമാണ് ലമീൻ യമാലിൽ നിന്നുണ്ടായത്. അതുപോലെ സ്പെയിൻ അങ്ങ് നിറഞ്ഞാടുകയായിരുന്നു. ഒടുവിൽ 36-ാമത്തെ മിനിറ്റിൽ കുക്കറയുടെ അസിസ്റ്റിൽ നിന്നാണ് മൈക്കൽ ഒയർസബാളിൻ്റെ ഗോൾ പിറക്കുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് സ്പെയിൻ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 66-ാമത്തെ മിനിറ്റിൽ പെഡ്രോ പോറോയുടെ ഗോൾ പിറക്കുന്നു. ഒടുവിൽ അവസാന ഘട്ടത്തിൽ വീണ്ടും ഒയർസബാൾ കുക്കറയുടെ അസിസ്റ്റിൽ നിന്ന് പന്ത് വലയിലെത്തിച്ചതോടെ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയമാണ് സ്പെയിൻ നേടിയിരിക്കുന്നത്. സ്പെയിൻ ഇതാ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.